മുസ്ലിം ജനസംഖ്യയിൽ വേണമെങ്കിൽ പാലക്കാട് ജില്ലയിലെ പാകിസ്ഥാൻ എന്നതിനെ വിളിക്കാം. കോഴിക്കാല് പിടിച്ച കൃഷ്ണൻ, എന്റെ കൃഷ്ണൻ ഓടക്കുഴലാണ് പിടിക്കുന്നത്. ഞാൻ ഇന്നുവരെ കോഴിക്കാല് പിടിച്ച് കണ്ടിട്ടില്ല. വന്തി ഇതുവരെ കഴിച്ചില്ല. കഴിച്ച് ശീലിച്ചില്ല. എനിക്ക് ശീലമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആളാണ്. ബീഫ് കഴിച്ചിട്ടില്ല. നിലവിൽ എത്ര കേസുണ്ട് ടീച്ചർക്ക്? കേസ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ വയ്യ. ഇവിടുത്തെ ലീഗുമായുള്ള കൂട്ടുകെട്ടാണ് ഇന്ന് ഉത്തരേന്ത്യയിൽ പച്ച തൊടാൻ പറ്റാത്ത വിധത്തിലേക്ക് കോൺഗ്രസ് പോയിരിക്കുന്നത്. കോൺഗ്രസിന്റെ അധോഗതി വെള്ളിയാഴ്ചയും തുടങ്ങി. താങ്കള് പഠിപ്പിച്ച ആ ക്യാമ്പസിൽ നിന്ന് കൂകി വിളിച്ച് പറഞ്ഞയക്കുകയാണ്. എവിടേക്ക് പറഞ്ഞു വെച്ചു? വാഹനത്തിൽ കയറുന്ന ഉണ്ടായിട്ടില്ല. അതൊരിക്കലും നിങ്ങൾ കാണൂല്ലേ? കാരണം ഇപ്പൊ കാണിച്ചു തരും. ഇത് ഓഫ് ചെയ്തിട്ട് അത് കണ്ടിട്ട് തുടർന്നു പോവാം. ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്ന അത് ബഹുമാനിച്ചതാണോ ഫോട്ടോ വന്നത്? അല്ല, അത് ബഹുമാനിച്ചതാണോ? എന്താ തോന്നുന്നു? എനിക്കറിയില്ല. എൻ്റെ കൃഷ്ണൻ മന്തി കഴിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. അതിലൊരു പക്ഷേ രുദ്രമഹാകാളി, ചോര കുടിക്കുന്ന മഹാകാളിയുടെ സങ്കല്പമുണ്ട്. വെണ്ണ പിടിക്കുന്ന കണ്ണനുമുണ്ട്. ഇതെല്ലാം സനാതനധർമ്മത്തിൻ്റെ രീതിയാണ്. രണ്ടറ്റം ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത് എന്നുണ്ട്. രുദ്രമഹാകാളിയുടെ കയ്യിലാരും വെണ്ണ കൊണ്ട് കൊടുക്കില്ല. കണ്ണൻ്റെ കയ്യിലാരും ചോരയും കൊടുക്കില്ല. കണ്ണൻ്റെ സങ്കല്പം വെണ്ണക്കണ്ണനായിട്ടാണ് സങ്കല്പം. അമ്മമാരുടെ ഓമനയായിട്ടാണ് ആ കണ്ണനെയാണ് കണി കാണുന്നത്. ഗീതാകാരനായ കൃഷ്ണനെ പോലും അല്ല, ഉണ്ണിക്കണ്ണനെയാണ് കണി കാണുന്നത്. കണ്ണനെയാണ് കണി കാണുന്നത്. ഒരു അമ്മയുടെ കുട്ടി എന്നുള്ള അതിൻ്റെ മുന്നിൽ മന്തി വിളമ്പുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ആളുകൾ ക്രിസ്മസിനും റംസാനും ഒന്നും ഇതൊന്നും വിളമ്പിയിട്ടില്ലല്ലോ. ആശംസ കൊടുക്കുമ്പോൾ എന്താ വിളമ്പാഞ്ഞത്? വിഷുവിന് മാത്രം എന്താ അങ്ങനെ ഒരു വിളമ്പല്? വിഷുവിനൊരു സങ്കല്പമുണ്ട്. എന്താണ് അത്? കണിക്കൊന്നയാകാം, കണിവെള്ളരിയാകാം, അതുമായി ബന്ധപ്പെട്ട അത് നാട്ടിൽ ചിത്രം കിട്ടായി എന്നില്ല. ഇപ്പോഴത്തെ AI യുഗത്തിൽ ഏത് ചിത്രം വേണമെങ്കിൽ കിട്ടുമല്ലോ. കണിക്കൊന്നയുടെ ചിത്രം കിട്ടായിട്ടാണോ? കണിവെള്ളരിയുടെ ചിത്രം കിട്ടായിട്ടാണോ മന്തിയുടെ ചിത്രം വെച്ചത്? അല്ലല്ലോ. അവരൊരാഘോഷത്തിനും മന്തി അവർ വിളമ്പിയിട്ടില്ല. കൃഷ്ണൻ്റെ മുമ്പിൽ മന്തി വിളമ്പുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്ക് സമാജം പെട്ടെന്ന് പ്രതികരിച്ചോട്ടെ എന്ന് വിചാരിച്ച് എന്തോ ചെയ്തതാണോ എന്നുള്ള തോന്നൽ പോലും ഉണ്ട്. അതായത് എന്ത് വന്നാലും ഈ ഹിന്ദു സംഘടനകൾ അല്ലെങ്കിൽ ഈ ഹിന്ദുത്വയിലേക്ക് അതിനെ അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ അവഹേളിക്കുക. അതാണ് അതിൻ്റെ ഒരു ഒരുത്തേല് പറ്റിയതാണെങ്കിൽ അബദ്ധമാണ് എന്ന് പറയായിരുന്നു. എങ്ങനെ 7-8ഓളം സ്ഥലത്ത് വന്നത്? 8ഓളം സ്ഥലത്ത് ഒരേമാതിരി കോഴിക്കാല് പിടിച്ച കൃഷ്ണൻ. എൻ്റെ കൃഷ്ണൻ ഓടക്കുഴലാണ് പിടിക്കുന്നത്. ഞാൻ ഇന്നുവരെ കോഴിക്കാല് പിടിച്ച് കണ്ടിട്ടില്ല. ഓടക്കുഴൽ പിടിക്കുന്ന കൃഷ്ണനെയാണ് ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്. അതിൻ്റെ കയ്യിൽ കോഴിക്കാല് കൊടുക്കുന്നതൊക്കെ എവിടുത്തെ രീതിയാണ്? ഹിന്ദുക്കൾ മാംസം കഴിക്കും. മാംസം നേദിക്കുന്ന ക്ഷേത്ര സങ്കേതങ്ങൾ കാവുകളുണ്ട്. അതൊന്നും തെറ്റാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ആ കാവിലെ രീതി അത് ശാക്തേയ രീതിയാണ്. ശാക്തേയ രീതിയിലല്ല കൃഷ്ണനെ ആരാധിക്കാറ്. എനിക്കൊരു ഇഷ്ടപ്പെടുവില്ല. ഞാൻ വന്തി ഇതുവരെ കഴിച്ചില്ല. കഴിച്ച് ശീലിച്ചില്ല. എനിക്ക് ശീലമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആളാണ്. ബീഫ് കഴിച്ചിട്ടില്ല. ഞങ്ങളൊന്നും പണ്ട് ഞങ്ങളെ വീട്ടിൽ സംഘടനാപരമല്ല, പണ്ടും അത് വാങ്ങാറില്ല. അതിപ്പോഴും പല വീടുകളിലും ഉണ്ട്. കഴിക്കാറില്ല, കഴിച്ചിട്ടുമില്ല. അപ്പൊ ഈ ഇത്തരം ഈ അറേബ്യൻ ഭക്ഷണ രീതികൾ കോഴി വരെയൊക്കെ ഓക്കെ. അവിടെ നടക്കണതൊന്നും കഴിക്കാതെ പറക്കണ വരെ ഓക്കെ, നടക്കണത് തൊട്ടില്ല. അപ്പൊ ഈ അറേബ്യൻ ഭക്ഷണ രീതികളോട് ഒരു താല്പര്യമില്ല. ഒരു താല്പര്യക്കുറവുമില്ല. ഏത് ഭക്ഷണവും നമുക്കറിയാം. കോണ്ടിനെന്റൽ, ചൈനീസ് എല്ലാം വേണം. ഒരു വെറൈറ്റിക്ക് എല്ലാം വേണം. പക്ഷേ തനതായ ഒരു ഭക്ഷണ രീതിയുണ്ട്. അത് നമുക്കൊരു വിരുന്നിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു ട്രീറ്റ് കൊടുക്കുന്ന സമയത്ത് വെറൈറ്റി ആയ ഭക്ഷണങ്ങൾ നമ്മൾ നോക്കണം. പേർഷ്യനാണോ, കോണ്ടിനെൻ്റലാണോ, ചൈനീസാണോ, തന്തൂരി നോക്കണം നമ്മൾ. പക്ഷേ നമ്മുടെ സ്ഥിരം ഭക്ഷണം അതായിട്ട് മാറരുത്. ഓരോ ദേശത്തിനൊരു സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ വസ്ത്രധാരണ രീതി, ഭാഷ, നമ്മുടെ ആഹാര രീതി, ഇതൊക്കെ ചേർന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അത് പാടെ അട്ടിമറിക്കപ്പെടാൻ പാടില്ല. ഒരു വിരുന്നിനാകാം അല്ലെങ്കിൽ ഒരു ട്രീറ്റിനാകാം, നമുക്ക് എപ്പോഴും ഒരു രസത്തിനാകാം, അതൊക്കെ ടേസ്റ്റ് ചെയ്യണം. ഒന്നും വേണ്ടാന്ന് പറയുന്നില്ല, എല്ലാം ടേസ്റ്റ് ചെയ്യണം. പക്ഷേ എങ്ങനെയൊന്നറിയാൻ വയ്യ നമ്മുടെ പുതുതലമുറ. ഇപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഒരു കഷ്ണം കിട്ടിയാൽ എന്ത് പച്ചക്കറി ആണെങ്കിലും അത് മുറിച്ച് ലേശം ഉപ്പും ഒരു പച്ചമുളകും ഒരു വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോഴാണ് തോരൻ എന്നുള്ള വാക്കാണ്. ഞങ്ങൾക്ക് പണ്ട് ഉപ്പേരി എന്ന് പറയുന്നത്. കായ 4 മുറിച്ച് ലേശം ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒരു പച്ചമുളക് ഇട്ടാൽ അതിന് ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ പുതുതലമുറയ്ക്ക് അത് ടേസ്റ്റ് ഇല്ല. കാരണം അവരുടെ നാവ് ഈ ജനിക്കുമ്പോൾ മുതൽ ഈ അതികഠിനമായ മസാലകൾ ചെന്ന് അത് മാത്രമേ പറ്റൂ എന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തൃപ്തിയുള്ളൊരു ഭക്ഷണം ഉണ്ടാവില്ല. മറ്റത് ഈ ഉപ്പും മുളക് മാത്രം കഴിക്കണമെന്ന് എന്തെങ്കിലും വേറെ ഒന്ന് കിട്ടുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ്.
അത് കഴിച്ച് അതിന് പോലും ടേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പുതുതലമുറ വരണത്. അതായത് 3 നേരം ഭക്ഷണത്തില് ഈ ഒരു തവണ എന്നുള്ളതല്ല, ശരിക്കും രാവിലെ തൊട്ട് ഈ തീവ്രമായ അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ടുള്ള മസാലകളാണ് കുട്ടികൾ കഴിക്കുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ഭക്ഷണ രീതി എന്താന്ന് ചോദിച്ചാൽ ഇനി മ്യൂസിയത്തിൽ പോയിട്ട് നമ്മൾ നോക്കേണ്ടി വരും ഇവിടുത്തെ ഭക്ഷണ രീതി എന്താ എന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് മലയാളിയുടെ ഭക്ഷണം എന്താ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം ഇപ്പോൾ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ അതെ കഴിഞ്ഞ ദിവസം ആരോ എഴുതിയ മാതിരി അരി ഉണ്ടാവണ മരം കാണിക്കണമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആന്ധ്രയിലേക്കോ തമിഴ്നാട്ടിലേക്കോ കൊണ്ടുകൊണ്ടിരിക്കാൻ കുട്ടികൾ ചോദിക്കുക അരി ഏത് മരത്തിലാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു മാറ്റം എല്ലാ രംഗത്തും സദ്യകളിൽ പോലെ ഇപ്പോൾ നോൺ വെജും സദ്യകളിലൊക്കെ അതാ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു നമുക്ക്. കാരണം പിന്നെ നമ്മുടെ നാടൻ സദ്യകൾ ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ മറ്റത് വേണം, മറ്റത് ഇഷ്ടമുള്ളവർക്ക്. പക്ഷേ പറ്റാതെ അങ്ങോട്ട് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും കല്യാണങ്ങൾക്ക് സദ്യ കൊടുക്കുന്നുണ്ടല്ലോ, റിസപ്ഷൻ അല്ലേ മറ്റതുള്ളൂ. അപ്പോൾ അതൊരു ശരിയായ കാരണം രണ്ടും വരുന്നുണ്ട്. പക്ഷെ ഇത് തന്നെ നമ്മുടെ സ്ഥിര ഭക്ഷണമായിട്ട് മാറുമ്പോൾ ഒരു സംസ്കാരം മാറിപ്പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ BJPക്ക് 3 സീറ്റ് ലഭിച്ചിരിക്കുകയാണ്. വലിയൊരു ആശ്വാസം അല്ലെങ്കിൽ വലിയൊരു വിജയം എന്ന രീതിയിലേക്കാണ് അതിനെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആശയം ജനങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയം അതിനെ അങ്ങനെ വിലയിരുത്താനുള്ള അറിവ് എനിക്കില്ല, കാരണം ഞാൻ രാഷ്ട്രീയ രംഗത്തല്ല പ്രവർത്തിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും കേരളത്തിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു നറേഷൻ, കേരളത്തിൽ ചില വിലക്കുകൾ, ഒരു കാലത്ത് അയിത്തവും അനാചാരവും ഒക്കെ നിലനിന്നിരുന്നു എന്ന് പറയുന്ന നാട്ടിൽ അയിത്തവും അനാചാരവും ഇന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. ചിലർ വരാൻ പാടില്ല, എന്തുകൊണ്ട് പാടില്ല, അവർ പാടില്ല. എന്താ കാരണം? ഇന്ത്യ ഭരിക്കണവരാണെങ്കിലും വേണ്ടില്ല, 18ഓളം സംസ്ഥാനങ്ങൾ ഭരിച്ചവരാണെങ്കിലും വേണ്ടില്ല, കേരളത്തിൽ അവർ പാടില്ല. അപ്പോൾ അതിൽ പൊരുതി നേടുന്ന ഒരു വിജയം അത് വലിയ വിജയം തന്നെ. അത് ഈ ചിന്താഗതികളെ കൂടി തോൽപ്പിച്ചതാണ്. ഇത്തരം ചിന്താഗതികളെ കൂടി തോൽപ്പിക്കലാണ് അതൊരാവശ്യമാണ്. അത്തരത്തിൽ ഒരു മത സാമുദായിക സംഘടനകൾക്ക് പോലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ റോൾ ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അങ്ങനെ ഒരു സാമുദായിക സംഘടനകൾക്കൊക്കെ ശരിക്കും ഇതിനകത്ത് റോളുണ്ടോ? അല്ലാതെ ആരാ UDFനെ വിജയിപ്പിച്ച്? അല്ലാതെ എങ്ങനെ UDF വിജയിച്ച്? ഏത് തരത്തിൽ അവരുടെ വോട്ട് ബാങ്ക് ഏത് ഭാഗത്തു നിന്നാണ് അവർക്ക് വോട്ട് കൂടിയത്? അവർ തന്നെ പറയട്ടെ, അവർ വിലയിരുത്തുമല്ലേ, പുറത്തേക്ക് ആവില്ലല്ലോ യാഥാർത്ഥ്യം. എന്തുകൊണ്ട് അവരിപ്പോൾ അവരുടെ മുതിർന്ന നേതാക്കളെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ KPCCയുടെയോ അതും അല്ലെങ്കിൽ AICCയുടെയോ തീരുമാനത്തിനപ്പുറം 11 ദിവസം ഇരുന്നും കടന്നും ചർച്ച ചെയ്തിട്ട് ചിലർ പറഞ്ഞ തീരുമാനത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു എങ്കിൽ ആരുടെ അടിമയായിട്ടാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായി ചോദിക്കണം. ഒരു പിന്നെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല ഒരു ജനറൽ സെക്രട്ടറിയാണ് പിറകെ നടക്കുന്നത്, എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട്. അവർക്ക് അവഗണിക്കാൻ പറ്റാത്തൊരു, കാരണം പറയുന്നതാര് വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ മുഖമായി അവതരിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഇനി ആ സംസ്ഥാനങ്ങളിൽ എന്ത് മുഖം കൊണ്ട് പോകും വരും? വേണുഗോപാലായിരുന്നല്ലോ എല്ലായിടത്തെയും മറ്റേ വാർ റൂമും മറ്റതും മറിച്ചതൊക്കെ തരുമ്പോൾ സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറിയെ കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞാൽ ഇനി ഈ വ്യക്തിയെ മറ്റൊരു സ്ഥലത്ത് അവതരിപ്പിക്കാൻ പറ്റും ഇവർക്ക് കൊണ്ടുപോയിട്ട്? കോൺഗ്രസിൻ്റെ അധോഗതിയും വെള്ളിയാഴ്ചയും തുടങ്ങി എന്നുള്ളതാണ്. ഇവിടുത്തെ ലീഗുമായുള്ള കൂട്ടുകെട്ടാണ് ഇന്ന് ഉത്തരേന്ത്യയിൽ പച്ച തൊടാൻ പറ്റാത്ത വിധത്തിലേക്ക് കോൺഗ്രസ് പോയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇതും കൂടെ വരുമ്പോൾ കേരളത്തിൽ ഭരണം കിട്ടുമായിരിക്കാം, പക്ഷേ വേറൊരു സംസ്ഥാനത്തുനിന്ന് ഇനി ഒരു സീറ്റ് കോൺഗ്രസ് പ്രതീക്ഷിക്കണ്ട എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വസ്തുത. കോൺഗ്രസിൻ്റെ അസ്തമനം, കോൺഗ്രസ് വിമുക്ത ഭാരതം അവരായിട്ട് തന്നെ ഉണ്ടാക്കുകയാണ്. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ളത് BJP പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് BJP അല്ല ഉണ്ടാക്കുന്നത്, അതുണ്ടാക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്, കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ളത്. കാരണം ഇവിടെ ലീഗിൻ്റെ ആ ചരടിൽ നിന്ന് അകന്നു പോകാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ഒരു ജനറൽ സെക്രട്ടറിയെ അവർ അവഗണിക്കുന്ന അവസ്ഥയിലേക്ക്, അതുപോലെ ഒരു സീനിയർ നേതാവിനെ അവഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒക്കെ വന്നു. ഇത് ഇന്നിപ്പോൾ കേരളത്തിൽ ഒതുങ്ങില്ലല്ലോ ഇവിടുത്തെ വാർത്തകൾ, നാഷണൽ മീഡിയ വരെ ചർച്ച ചെയ്യില്ലേ? ഇത് കോൺഗ്രസ്സിന് ആത്യന്തികമായി നഷ്ടം മാത്രമേ ഉണ്ടാക്കുള്ളൂ. കേരളത്തിലെ ഭരണം കൊണ്ട് സംതൃപ്തിപ്പെടാം. വെറും ഒരു കേരള പാർട്ടിയായി, ഇത് പാർട്ടികൾ 3 ഉണ്ടല്ലോ, ദേശീയ പാർട്ടികളും സംസ്ഥാന പാർട്ടികളും അംഗീകൃത പാർട്ടികളും, അതിൽ സംസ്ഥാന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറും എന്നതിന് യാതൊരു സംശയം. VD സതീശൻ ഇന്നും അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിക്കുകയുണ്ടായത്, അതായത് മതേതരത്വം തന്നെ. അതിൽ കേരളത്തിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ, കേരളത്തിൽ മുജാഹിദ് ബാലുശ്ശേരി മതേതരനാണ്, MM അക്ബർ മതേതരനാണ്, പാണക്കാട് തങ്ങൾ മതേതരനാണ്, മദനി മതേതരനാണ്, VD സതീശനും മതേതരനാണ്. അതായത് വെള്ളം ചേർക്കില്ല, ഒരു വർഗീയതയും അനുവദിക്കില്ല, അതിനെ നേരിടാൻ ഏതറ്റം വരെ പോകും എന്നൊക്കെ പറയുന്നത്. അത് ആ അറ്റം വരെ ഇപ്പൊ പാണക്കാട് വരെ പോയത്, ആ അറ്റം പാണക്കാടാണ്, ഏതറ്റം വരെയും പോകും, പക്ഷെ ആ അറ്റം കേരളത്തിൽ പാണക്കാടാണ്. ടീച്ചർക്ക് ഭയമുണ്ടോ? അതിനപ്പുറം VD സതീശന് പോകാൻ ഞങ്ങൾ അങ്ങനെ ഭയക്കണ കൂട്ടത്തിൽപ്പെട്ടവരല്ല.
ഇങ്ങനെ സാഹചര്യങ്ങളെ ഭയന്ന് നിൽക്കാനല്ലല്ലോ ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നിൽക്കണം. ഇപ്പൊ നിലവിൽ എത്ര വിപരീതമായ സാഹചര്യങ്ങളെ എതിർത്ത് മുന്നോട്ട് പോകാനാണല്ലോ ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. സമാജം കരയാതിരിക്കാനല്ലേ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കരഞ്ഞ് ഞങ്ങൾ ഭയന്ന് സമാജം ഭയക്കാതിരിക്കാനാണ് സംഘടനാ പ്രവർത്തനം. അപ്പം ഞങ്ങൾ ഭയന്നാൽ കുറുന്തോട്ടിക്ക് വാദം പിടിച്ച പോലെയാവില്ലേ? ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഭയം വരില്ലേ? നിലവിൽ എത്ര കേസുണ്ട് ടീച്ചർക്ക് ഇപ്പോൾ? കേസ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ വയ്യ. കേരള നിയമസഭയിൽ അതൊന്നും സംസാരിച്ച കേസുകളൊന്നുമല്ല. കേരള നിയമസഭയിൽ അവരൊരിക്കൽ പറഞ്ഞ 993 കേസാണ്. പക്ഷെ അത്രയൊന്നും കിട്ടിയിട്ടില്ല. 250 251 കേസുകൾ, അതെല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹർത്താൽ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ് എല്ലാം. അപ്പൊ കേരളത്തിൽ ശബരിമല വിഷയത്തിൽ എത്ര കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ അതിൽ ഞാനടക്കം ശബരിമല കർമ്മസമിതിയുടെ ഞങ്ങൾ കുറച്ച് നേതാക്കളെല്ലാം അതിൽ പ്രതികളാണ്. അങ്ങനെയാണ്. ഞാനുണ്ട്, മറ്റേ കെ സുരേന്ദ്രനുണ്ട്, മറ്റേ സെൻകുമാർ സാറുണ്ട്, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് 13 പേരുണ്ട്. ഞങ്ങൾ ഈ കേരളത്തിൽ എത്ര കേസ് ശബരിമലയിൽ ചാർജ് ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം ഞങ്ങളും കൂടെ പ്രതിയാണ്. അതായത് ആ സ്ത്രീ പ്രവേശനം നടന്ന ആ 2 ദിവസങ്ങളിൽ ജനുവരി 2, 3, 2019 ജനുവരി 2, 3 തീയതികളിൽ കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസിലും ഞങ്ങളെ പ്രതികളാക്കിയിരിക്കുകയാണ്. ആ സ്ഥലത്തൊന്നും ഞങ്ങളില്ല, പക്ഷെ ഞങ്ങളെ പ്രതികളാക്കിയിരിക്കുക. അതല്ലാത്ത കേസുകളൊന്നും. അതുകൂടാതെ പ്രസംഗങ്ങൾക്കൊരു കേസുണ്ട്. അതിനെയും ഇതുപോലെ തന്നെ അതും ഫ്രീസറിൽ വെച്ച മട്ട അത് എടുത്തിട്ടൊന്നും കോടതി എടുക്കുക മുന്നോട്ട് കൊണ്ടുപോയെന്ന്. കാരണം എടുത്താൽ പിന്നെ അത് അതോടുകൂടി കഴിഞ്ഞു. എടുക്കണ വരെ ഉള്ളൂ ആ കേസ്. എടുത്താൽ അതോടുകൂടി കഴിഞ്ഞു. കാരണം ഈ ഒരു കഷ്ണം മാത്രം മുറിച്ചിട്ടാണ് കേസാക്കുക. അതിന്റെ അപ്പുറം ഞങ്ങളുടെ ഉണ്ട് എന്താ പറഞ്ഞെന്നുള്ളത്. കേസ് കയറ്റി പോവും. കേസ് ഉണ്ടെന്ന് പറയുന്ന ഒരു കേസ് ഇങ്ങനെ നടത്തിയാൽ അതോടുകൂടി കേസ് പോകും. പക്ഷെ നമ്മുടെ നീതിന്യായ സംവിധാനം ഇഴഞ്ഞല്ലേ നീങ്ങുള്ളൂ. അതുകൊണ്ട് കിടക്കുന്ന ഒരു കേസുണ്ട് സംസാരിച്ചതിൻ്റെ പേരിലുള്ളത്. ബാക്കിയെല്ലാം ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പം ഇത് കൂടാതെ നമ്മൾ അവസാനത്തേക്ക് പോവുകയാണെങ്കിൽ പോലും, അതായത് ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം വളരെ നടന്നു. പിന്നീട് ഞാൻ കണ്ടൊരു വിഷ്വൽ എന്ന് പറയുന്നത് മുമ്പ് നടന്നതാണ്. അതായത് താങ്കൾ പഠിപ്പിച്ച ആ ക്യാമ്പസിൽ നിന്ന് കൂകി വിളിച്ച് പറഞ്ഞയക്കുകയാണ്. എവിടേക്ക് പറഞ്ഞു വെച്ചു? അതായത് വാഹനത്തിൽ കയറുന്ന അതൊരിക്കലും നിങ്ങൾ കാണൂല്ല. കാരണം ഇപ്പൊ കാണിച്ചു തരും. അങ്ങനെ ഒരു, അതായത് ടീച്ചർ അത് കണ്ടിട്ട് അല്ല നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് അത് കണ്ടിട്ട് തുടർന്ന് പോവാം. അങ്ങനെ ഒരു ദൃശ്യമാണ് കാണുന്നത്. ദൃശ്യം കാണില്ല. എന്നെ എന്റെ കുട്ടികൾ കൂവിയിട്ടില്ലേ, വിളിച്ചിട്ടില്ല, എന്റെ സമീപത്തേക്ക് പോലും വന്നിട്ടില്ല. അവർ മറ്റാരുടെയോ ചട്ടുകമായി 4000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ 90-ഓളം കുട്ടികൾ ഒരു ദിവസം പ്ലക്കാർഡും പിടിച്ച് സമരം ചെയ്തു. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് ഞാൻ ഇറങ്ങിയ കുട്ടികൾ ദൂരെ പോകും. കാരണം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളാണ്, എൻ്റെ മക്കളെ പോലെ ഞാൻ കരുതുന്ന കുട്ടികളാണ്. ഞാൻ തന്നെ എന്നിട്ട് ചോദിക്കും, കുറച്ച് കഴിഞ്ഞപ്പോഴാ നിർത്തിക്കൂടെ ഡി ചോദിച്ചാൽ, അല്ല ചാനലുകാർ വരാൻ പറഞ്ഞിട്ടുണ്ട്. ചാനലുകൾ വരും, അതുവരെ ഞങ്ങൾ നിൽക്കുക. അത്ര തുറന്ന് പറയാനുള്ള അടുപ്പുണ്ട് ഞങ്ങൾ തമ്മിലടാ. നിങ്ങൾ കുറേ നേരം ഇവിടെ പുറത്തിരിക്കണം, ഇനി പൊക്കൂടെ ചോദിച്ചപ്പോൾ അല്ല ചാനലുകാരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടേ പോകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചരട് വേറെ എവിടെയാണ് വലിക്കുന്നത് എന്നുള്ളതാണ്. അത് ആ പാവങ്ങളെ ആ കൊടി പിടിപ്പിച്ചത് 5 കൊല്ലം മുമ്പ് അമേരിക്കയിൽ പറഞ്ഞൊരു വിഷയം വെച്ചിട്ടായിരുന്നു. 5 വർഷം മുമ്പേ. ഒന്നുമില്ലെങ്കിൽ ഒരു കൊല്ലെങ്കിലൊക്കെ പിടിക്കണ്ടേ? ഈ പിള്ളേർ ചിലർ ജനിച്ചിട്ടുണ്ടാവില്ല, ജനിച്ചിട്ടുണ്ടാവും, സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല. ചിലർ 5ാം ക്ലാസ്സിലുള്ള കുട്ടിയൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല. അതിൻ്റെ മുന്നേ അമേരിക്കയിൽ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കഷ്ണം, ആ ഇൻ്റർവ്യൂ ആരെങ്കിലും കണ്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ ആ വിഷയം എവിടെ എത്താതെ പോയത്. എന്തേ എനിക്കെതിരെ കേസെടുക്കാഞ്ഞ്, എന്തേ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാഞ്ഞ്, എന്തേ വിഷയം അങ്ങനെ തീർന്നത്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ആ വിഷയം എന്തേ തീർന്ന്? അതെങ്ങനെ തീർന്നതെന്ന് അന്ന് റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ വൈകുന്നേരം അവരുടെ ഒരു വാർത്താധിഷ്ഠിത പരിപാടിയിൽ അവർ പറഞ്ഞു പവനാഴി ശവമായി എന്ന്. എന്താ അതങ്ങനെ തീരാൻ കാരണം? അതിനൊരു ആധാരവും ഇല്ല. അവിടുത്തെ വല്ലപ്പുഴയിലെ മുസ്ലിം സമൂഹത്തെ നന്നാക്കി ഞാൻ പറഞ്ഞതാണ്, മറ്റേ ആരാ പണ്ട് പറഞ്ഞാൽ വേണ്ടാർത്ഥത്ത് കിടക്കണ പാമ്പിനെ എടുത്തിട്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആത്മാർത്ഥമായ അഭിപ്രായമാണ് ഞാനാ പറഞ്ഞത്. അവർ ചോദിച്ചപ്പോൾ, നിങ്ങൾ ഈ ചോദിച്ച പോലെ തന്നെ മുസ്ലിം സമൂഹമായുള്ള എന്ത് പറഞ്ഞപ്പോഴാണ് ഞാനും മുസ്ലിം സമൂഹമായുള്ള ബന്ധം അത് വളരെ ഗാഠമാണ്. കാരണം ഞാൻ അവരുടെ ഏരിയയിലാണ് വർക്ക് ചെയ്യണത്. അന്ന് 32 കൊല്ലമായിട്ടാണ് സർവീസ് അപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 32 കൊല്ലമായി ഞാനവിടെ വർക്ക് ചെയ്യണു. അവിടുത്തെ കുട്ടികൾ 92% മുസ്ലിം കുട്ടികളാണ്. സ്കൂൾ നിൽക്കുന്ന വാർഡിൽ വേണമെങ്കിൽ ഹിന്ദു വോട്ട് ഇല്ല എന്ന് പറയാം. അത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഒരു പാകിസ്ഥാനാന്ന് പറയാം. കാരണം അവിടെ ഹിന്ദു വോട്ട് വളരെ നാമമാത്രമാണ്. അവിടെ അത്രയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ 32 കൊല്ലമായി ഞാനും അവരും തമ്മിൽ യാതൊരു വിഷയവും ഇല്ല. അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം. ഞങ്ങൾ തമ്മിൽ യാതൊരു ഇതാണ് ആ വാചകം മുഴുവൻ. അതിനകത്ത് ഈ പറഞ്ഞതാണ് വേണമെങ്കിൽ പാലക്കാട് ജില്ലയിലെ മുസ്ലിം ജനസംഖ്യയിൽ, അതും എടുത്ത് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ജനസംഖ്യയിൽ വേണമെങ്കിൽ പാലക്കാട് ജില്ലയിലെ പാകിസ്ഥാൻ എന്നതിനെ വിളിക്കാം. പക്ഷെ എന്നിട്ടും ഞാൻ പഠിച്ചത് അവിടെയാണ്, പഠിപ്പിക്കണത് അവിടെയാണ്, അവർക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. ഇതാണ് പറഞ്ഞത്.
പക്ഷേ അതിൽ ആ പാകിസ്ഥാൻ എന്നെടുത്ത് അതും മുസ്ലിം സമൂഹം അല്ല കേട്ടോ എടുത്തത്. ആ വിഷയം എടുത്തത് DYFI അവിടെ ചെന്ന് പ്രസംഗിക്കുകയാണ്. വല്ലപ്പുഴ ഗേറ്റിൽ ചെന്നിട്ട് DYFIയുടെ കോഴിക്കോടൊക്കെ ഉള്ളൊരു പേര് ഞാൻ പറഞ്ഞു, പ്രേമനാഥനോ മറ്റേ അയാൾ പോയി സംസാരിക്കുകയാണ്. നിങ്ങളുടെ നാടിനെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ടീച്ചർ നിങ്ങളുടെ സ്കൂളിൽ വേണോ, നിങ്ങൾ ആലോചിക്കൂ. അയാളാണ് അതിന് വിത്തിടുന്നത്. അവർ പതുക്കെ മുങ്ങി, CPM പതുക്കെ മുങ്ങി. അവസാനം ചീത്തപ്പേര് മുഴുവൻ ഇവിടുത്തെ ഇസ്ലാമിക സംഘടനകൾ, ലീഗ് നിന്നിട്ടില്ല, ബാക്കിയുള്ള ഇസ്ലാമിക സംഘടനകൾ ആ ചീത്തപ്പേര് മുഴുവൻ ഏറ്റുവാങ്ങുകയും ചെയ്തു. ചൂട് എപ്പോഴും അതാ സംഭവിക്കുന്നത്. ഇവരൊക്കെ അവരുടെ തരാതരം പോലെ വോട്ട് കിട്ടാനും വീട്ടിൽ ചൂട് കോരിയിട്ട് മുസ്ലിം സമൂഹത്തെ പ്രകോപിപ്പിച്ച് അവരെ രംഗത്തേക്ക് ഇറക്കി തീവ്രവാദി എന്ന പട്ടം വാങ്ങിച്ചു കൊടുത്ത് ഇവരവരുടെ പാട് നോക്കി പോകും. മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലേ കാണിക്കണത്. വോട്ട് കിട്ടുന്നവരവരെ പിന്നാലെ ഉണ്ടാവും, അതിനപ്പുറം യാതൊന്നും ഉണ്ടാവില്ല. അവരെ തീവ്രവാദികളാക്കി ഇവർക്ക് മനസ്സമാധാനമായി. ഈ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന് എത്ര മാർക്ക് നൽകുമെന്ന് ചോദിക്കുകയാണ്. അല്ല, ഭരണത്തിന്റെ രംഗത്തിൽ ഇടതും വലതും ഒക്കെ കണക്കാ, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഞങ്ങളെ വേദനിപ്പിച്ച ഒട്ടനവധി സംഭവങ്ങൾ പിണറായി വിജയന്റെ കാലത്തുണ്ടായി. പ്രത്യേകിച്ച് ശബരിമല വിഷയമടക്കം. മറ്റ് ഭരണകാര്യം നമുക്കിപ്പോൾ ഒന്നിനെ വിലയിരുത്താൻ പിന്നെ സംസ്ഥാന താല്പര്യം വെച്ച് ഭരിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു രീതിയല്ലല്ലോ. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ശരിക്കും ആവശ്യമുണ്ടോ? എന്നെ എടുത്തു കളയേണ്ടതല്ലേ, അതൊരു താൽക്കാലിക സംവിധാനമായിട്ട് തുടങ്ങിയതല്ലേ ഇത്. കാരണം മഹാരാജാക്കന്മാരുടെ കീഴിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂറും കൊച്ചി മഹാരാജാക്കന്മാരുടെ കീഴിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ. ആ കൊച്ചിയും തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുമ്പോൾ അതൊരു മതേതര സർക്കാരിലേക്കാണ് പിന്നെ പോണത്. അപ്പം ഇതെന്ത് ചെയ്യുമെന്നൊരു ചോദ്യം വന്നു. കാരണം മഹാരാജാക്കന്മാർക്ക് ഭരിക്കാം, കാരണം അവർ ഹിന്ദു ഭരണാധികാരികളാണ് എന്ന് പറഞ്ഞ് ഭരിക്കുന്നവരാണ്. പക്ഷെ അവരിൽ നിന്നൊരു മതേതര ഭരണകൂടത്തിലേക്കാണ് അത് പോണത്. അപ്പോൾ അവരെങ്ങനെ ഈ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യും? അതിനൊരു താൽക്കാലികമായ വിഷയമായിട്ടാണ് അതിനിങ്ങനൊരു ദേവസ്വം ബോർഡ് എന്നൊരു സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ സർക്കാരല്ല ഭരിക്കുന്നത്, ആ ഒരു നിലയിലൊരു താൽക്കാലിക സംവിധാനമാണ് അതുണ്ടാക്കിയത്. പക്ഷേ അത് കൂടുതൽ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്ത് അതാത് കാലത്ത് ഭരിക്കുന്നവർക്ക് പദവികൾ കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ കാൽക്കീഴിലിട്ട് ചവിട്ടി മെതിക്കാനുള്ള ഒരു അവസരമാക്കിയതിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ആരെയാണോ ഭരിക്കണത് അവരല്ലേ നോക്കേണ്ടത് അല്ലേ. ഇപ്പോൾ എൻ്റെ വാർഡിൽ മെമ്പറാണാവെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, ഞാനടക്കമുള്ള വോട്ടർമാരല്ലേ ചിന്തിക്കേണ്ടത്. ഇതുപോലെ ക്ഷേത്രം എന്താവണമെന്ന് ക്ഷേത്രവിശ്വാസികളെ തീരുമാനിക്കേണ്ടത്. ഇതെങ്ങനെ MLA തീരുമാനിക്കും, ഇതെങ്ങനെ മന്ത്രിമാർ തീരുമാനിക്കും? അപ്പം അതുകൊണ്ട് അത് എന്നേ എടുത്തു പോണ്ട ക്ഷേത്രഭരണം ക്ഷേത്രവിശ്വാസികൾക്ക് കൈമാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിനനുസരിച്ചുള്ള കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് സംസ്ഥാനം ബില്ല് പാസ്സാക്കിയാലേ ശരിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണം നടന്നേ മതിയാകൂ. അല്ലാത്തടത്തോളം കാലം ഇതിൻ്റെയൊക്കെ ഉത്തരം അതാത് കാലത്തെ ഭരണകൂടങ്ങൾ പറയേണ്ടി വരും. വഖഫ് ബോർഡ് ഈ സംവിധാനമല്ല. വഖഫ് ബോർഡ് പള്ളിയുടെ ഡേ ടു ഡേ ഭരണങ്ങൾക്കുള്ളതല്ല. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കളുടെ സംരക്ഷണത്തിനുള്ളതാണ് വഖഫ് ബോർഡ്. ഇതല്ല. ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പഞ്ചാര പായസത്തിന് അരി എത്ര അളക്കണം തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. എവിടെയൊക്കെ വിളക്കെത്തിക്കണം തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. നേരത്തെ പറഞ്ഞ പോലെ ശബരിമലയിലെ ആചാര ലംഘനത്തിന് എന്ത് ചെയ്യണം അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഡേ ടു ഡേ കാര്യങ്ങളും ആചാരങ്ങളും അടക്കം നിശ്ചയിക്കുന്നത് ദേവസ്വം ബോർഡാണ്. വഖഫ് ബോർഡിൻ്റെ ഘടന വേറെയാണ്. അത് സ്വത്തുക്കൾ മാത്രം കൈകാര്യം ചെയ്യാനുള്ളതാണ്. വഖഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കൾ മാത്രം കൈകാര്യം ചെയ്യാൻ വഖഫ് ബോർഡ്. മറ്റേ അല്ലാതെ ഒരു പള്ളി എങ്ങനെ നടക്കണം അത് അവിടുത്തെ മഹല്ലുകാരല്ലേ തീരുമാനിക്കുന്നു. അല്ലാതെ അത് വഖഫ് ബോർഡ് വന്ന ആ മഹല്ലിലെ പള്ളി ആര് വേണം എന്നുള്ളത് വഖഫ് ബോർഡ് വന്ന് ഇവിടുത്തെ ഇലക്ഷന് നിൽക്കും ഇല്ലല്ലോ. അത് അവിടുത്തെ മഹല്ല് നിവാസികളൊക്കെ കൂടിയല്ലേ ആ പള്ളിയെ പറ്റിയിട്ട് തീരുമാനിക്കുന്നത്. അതല്ല ഇവിടുത്തെ സംവിധാനം. ഇപ്പം എൻ്റെ നാട്ടിലെ ദേവസ്വം ബോർഡ് അമ്പലത്തിൻ്റെ ട്രസ്റ്റി ബോർഡ് ആര് വരണം എന്നുള്ളത് അവർ ദേവസ്വം ബോർഡ് വന്നിട്ടാണ് തീരുമാനിക്കുന്നത്. അവിടുത്തെ ഓരോ കാര്യം എന്ത് ചെയ്യണം, എന്ത് നിർമ്മാണമാണെങ്കിൽ ഇവർ പിന്നാലെ നടക്കണം. അവർക്ക് ഇഷ്ടമില്ലാത്ത അമ്പലമാണെങ്കിൽ ഇടിഞ്ഞു കുത്തി തലയിൽ വീണാലും പുതുക്കി പണിയില്ല. അതല്ലാത്തത് ചിലപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നമ്മുടെ കടകംപള്ളിയുടെ മണ്ഡലത്തിൽ ഒരമ്പലത്തിൽ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, കടകംപള്ളിയുടെ മണ്ഡലത്തിലാണ് അത് അമ്പലം, കഴക്കൂട്ട മഹാദേവ ക്ഷേത്രം. ഈ കഴക്കൂട്ട മഹാദേവ ക്ഷേത്രത്തിൽ ഒരു കുഴപ്പമില്ലാത്ത അമ്പലമായിരുന്നു. അവിടുത്തുകാരന് അന്തം വിടുക. അതിൽ കിഫ്ബിന്ന് ലോൺ എടുത്തിട്ട് ആദ്യം 3 കോടി റുപ്യ അമ്പലം നന്നാക്കി. അത് കഴിഞ്ഞിട്ട് 5 കോടിയോ 10 കോടിയോ, അപ്പോൾ അത് മറന്നു 5 കോടിയായിട്ട് തോന്നുന്നു. വീണ്ടും അവർക്കിത് എന്താ ചെയ്യേണ്ടത്, അതിന് മാത്രം സ്ഥലമില്ല അമ്പലത്തിൽ. എന്നിട്ട് പറയണത് എന്താ വെച്ചാൽ ശബരിമല ഇടത്താവളാക്കി വികസിപ്പിക്കുക എന്നാണ്. ഒരയ്യപ്പം വഴി തെറ്റി അങ്ങോട്ട് പോവില്ല. അവിടുത്തെ അയ്യപ്പന്മാരും എല്ലാം കുളിച്ച് തൊഴുത് വരിക എന്നല്ലാതെ ശബരിമലയ്ക്ക് പോകണം വരണ വഴിയല്ല അത്. ഒറ്റ അയ്യപ്പന്മാരും അവിടെ വിരിവെക്കില്ല, ഒറ്റ അയ്യപ്പന്മാരും അവിടെ ഭക്ഷണം തേടി ചെല്ലില്ല. എന്നിട്ട് അവിടെ അതിന് വേണ്ടിയിട്ട് എത്രയോ പേർക്ക് 150 ആൾക്ക് കടക്കാൻ പറ്റുന്ന സംവിധാനം, ഇരിക്കാൻ പറ്റുന്ന ഓഡിറ്റോറിയം, ഇതെല്ലാം കാരണം സ്വന്തം മണ്ഡലത്തിലേക്ക് കിഫ്ബിന്ന് ലോൺ എടുത്തിട്ടാണ്. അതേസമയം ചില അമ്പലങ്ങൾ മറ്റേ നിവേദ്യം തയ്യാറാക്കുന്നിടത്ത് ഈ മരമൊക്കെ പൂതലിച്ച് പുഴു ചാടുന്ന അവസ്ഥയുണ്ട്. പക്ഷെ നേരേക്ക് കൊടുക്കില്ല. നേരേക്ക് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ഇവരുടെ രാഷ്ട്രീയമാവണം, അല്ലെങ്കിൽ അവരുടെ കാല് പിടിച്ചുകൊണ്ട് നിൽക്കണം.
അതല്ലെങ്കിൽ അത് നേരെയാക്കി കൊടുക്കില്ല. ഇങ്ങനെ ക്ഷേത്രങ്ങളെ അവരുടെ കൽക്കീഴിലിടുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഓരോ ക്ഷേത്ര ഭരണസമിതി ഇവരോട് അപ്പാസ്വാമി എന്ന് പറഞ്ഞ് നിന്നോളണം, രാഷ്ട്രീയം എന്താണെങ്കിലും. എന്നാലേ നിർമ്മാണം പോലും നടത്തി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉത്സവത്തിന് ആന അനുവദിച്ചു കൊടുക്കണമെങ്കിൽ, അതുവരെ ഉത്സവത്തിന് ആന അനുവദിച്ചു കൊടുക്കണമെങ്കിൽ അവർക്ക് പറ്റിയ അമ്പലങ്ങളാണെങ്കിൽ വേണം, അല്ലെങ്കിൽ വേണ്ട. ഒരാനയെ കിട്ടണമെങ്കിൽ ഇവർ കിടന്നിട്ട് അവിടെ കിടന്ന് ശരിക്ക് അക്ഷരാർത്ഥത്തിൽ കാല് പിടിക്കണം. ഇതൊക്കെ കൊണ്ട് ആ ഒരു സംവിധാനം വഖഫ് ബോർഡിൻ്റെ സംവിധാനം അല്ലത്. അത് രണ്ടും രണ്ടാണ്.